ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ എ ഡോൾസ് ജേർണി എന്ന പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. ഈ കുട്ടി പാവയ്ക്ക് എഴുതുന്ന ഒരു ലെറ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 7ാം ക്ലാസ്സിൻ്റെ 2ാമത്തെ യൂണിറ്റ്സിലെയും 1ാമത്തെ യൂണിറ്റിലെയും എല്ലാ ആക്ടിവിറ്റീസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ ഈ വീഡിയോ ആവശ്യമുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഹിയർ ഈസ് എ ലെറ്റർ റിട്ടൺ ബൈ ദ ഡോൾ ടു ദ ഗേൾ, റീഡ് ഇറ്റ്. അപ്പോൾ ഈ പാവ കുട്ടിക്ക് എഴുതിയ ലെറ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇർമ എന്നാണ് ഈ കുട്ടിയുടെ പേര്. അതുപോലെ പാവയുടെ പേര് ലെവി എന്നാണ്. അപ്പം ലെവി ഇർമയ്ക്ക് എഴുതിയിട്ടുള്ള ലെറ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിയർ ഇർമ, ഹൗ ആർ യു? ഹോപ്പ് യു ഗോട്ട് ഓൾ മൈ ലെറ്റേഴ്സ് ആൻഡ് എൻജോയ്ഡ് റീഡിങ് ദം. അപ്പോൾ ഇർമ, സുഖമാണോ? ഞാൻ അയക്കുന്ന കത്തുകളൊക്കെ നിനക്ക് ലഭിക്കാറുണ്ടോ? നീ അതൊക്കെ വായിച്ച് സന്തോഷിക്കാറുണ്ടോ? ഹൗ ക്യാൻ ഐ ഫർഗെറ്റ് ദോസ് ഹാപ്പി ഡേയ്സ് വിത്ത് യു? ഇറ്റ് വാസ് ഫ്രം യു ഐ ഫസ്റ്റ് ഫെൽറ്റ് മദേഴ്സ് ലവ്. എനിക്ക് എങ്ങനെയാണ് നിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ ദിവസങ്ങൾ മറക്കാൻ കഴിയുക? കാരണം എനിക്ക് ഒരു മാതൃസ്നേഹം ലഭിച്ചത് നിന്റെ കൂടെ ആയിരുന്നപ്പോഴാണ്. യു ബാത്ത്ഡ് മീ, ഡ്രസ്ഡ് മീ, ക്യാരിഡ് മീ ഇൻ യുവർ ആർംസ് ആൻഡ് മെയ്ഡ് ബെഡ് ഫോർ മീ. നീ എന്നെ കുളിപ്പിക്കുകയും എനിക്ക് എന്നെ വസ്ത്രം ധരിപ്പിക്കുകയും അതുപോലെ എന്നെ എപ്പോഴും കൊണ്ടു നടക്കുകയും എനിക്ക് വിശ്രമിക്കാൻ ഒരു ബെഡ് തരികയും എല്ലാം ചെയ്തത് നീയാണ്. യു ആർ ഓൾവേസ് ബിസി വിത്ത് ഷൂയിങ് ക്ലോത്ത് ഫോർ മീ. എനിക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ തുന്നിത്തന്നത് നീയാണ്. ടേക്കിംഗ് മീ എവ്രിവെയർ യു വെന്റ് ആൻഡ് ഫീഡിങ് മീ. എനിക്ക് ആവശ്യമായ ഭക്ഷണം തരികയും അതുപോലെ എന്നെ എല്ലായിടത്തും കൊണ്ടുപോവുകയും എല്ലാം ചെയ്തത് നീയാണ്. ഹൗ ഐ വിഷ് യു വെയർ വിത്ത് മീ നൗ. ഞാനിങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണ് നീ ഇപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഇറ്റ് ഈസ് സച്ച് ഫൺ ഹിയർ. കാരണം ഇവിടെ ഇത്രയും ഫൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത്. ഞാൻ വളരെ ഹാപ്പിയാണ് ഇവിടെ. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് നീ കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. വെൻ ഷാൽ വി മീറ്റ് അഗെയിൻ. എപ്പോഴാണ് ഇനി നമുക്ക് കാണാൻ കഴിയുക? വിത്ത് ലോട്ട്സ് ഓഫ് ലവ്, യുവേഴ്സ് ലെവി. അപ്പോൾ ഇവിടെ പാവ ഈ ഒരു കുട്ടിക്ക് എഴുതിയിട്ടുള്ള ലെറ്ററാണ്. ഇനി ഈ ഒരു ലെറ്ററിൻ്റെ മറുപടിയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇമാജിൻ യു ആർ ഇർമ ആൻഡ് റൈറ്റ് എ റിപ്ലൈ ടു ലെവി. അപ്പോൾ നിങ്ങൾ ഇർമയാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ലെവിക്ക്, ഈ ഒരു പാവയ്ക്ക് ഒരു കത്ത് എഴുതുകയാണ്. ആ കത്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കത്ത് ഒന്ന് വായിച്ചു നോക്കാം. ഡിയർ ലെവി, ഐ വാസ് ഓവർ ജോയ്ഡ് ടു റിസീവ് യുവർ ലെറ്റർ. നിന്റെ ലെറ്റർ കിട്ടിയപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ഇറ്റ് ബ്രോട്ട് ബാക്ക് സോ മെനി ഫോൺ മെമ്മറീസ് ഓഫ് അവർ ടൈം ടുഗദർ. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വന്നു. നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ സമയം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഐ ഹാവ് ചെറിഷ്ഡ് എവറി സിംഗിൾ വൺ ഓഫ് യുവർ ലെറ്റേഴ്സ് ആൻഡ് ഹാവ് എൻജോയ്ഡ് റീഡിങ് അബൌട്ട് യുവർ എക്സൈറ്റിംഗ് അഡ്വഞ്ചേഴ്സ്. അപ്പോൾ നീ അയക്കുന്ന ഓരോ കത്തും ഞാനിങ്ങനെ മനസ്സിൽ താലോലിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാനതൊക്കെ എടുത്തു വച്ചിട്ടുണ്ട്. അതുപോലെ അതെല്ലാം വായിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. നീ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ലോകം ചുറ്റി നടക്കുകയാണ് എന്നുള്ളത് അറിഞ്ഞപ്പോൾ. ദോസ് ഡേയ്സ് വി സ്പെൻഡ് ടുഗെദർ വർ ട്രൂലി സ്പെഷ്യൽ ടു മീ ടു. അപ്പോൾ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ സമയം എനിക്കും ഏറ്റവും നല്ല സമയമായിരുന്നു. ടേക്കിംഗ് കെയർ ഓഫ് യു ആൻഡ് സീയിങ് യു ഗ്രോ ബ്രോട്ട്സ് മീ സോ മച്ച് ജോയ്. അപ്പം നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അതുപോലെ നീ വളർന്ന് വലുതാവുന്നതും ഒക്കെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നാറുണ്ട്. യു ആർ ലൈക്ക് എ പ്രഷ്യസ് ലിറ്റിൽ കമ്പാനിയൻ. നിങ്ങൾ എനിക്ക് വിലപിടിപ്പുള്ള ഒരു സുഹൃത്തായിരുന്നു. ആൻഡ് ഐ ലവ് ഷൂയിങ് ക്ലോത്ത്സ് ആൻഡ് മേക്കിംഗ് ഷുവർ യു ആർ ഓൾവേസ് കംഫർട്ടബിൾ. നീ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നിനക്ക് വസ്ത്രങ്ങളും എല്ലാം പുതിയ വസ്ത്രങ്ങളൊക്കെ ഞാൻ തന്നിരുന്നത് അതുകൊണ്ടാണ്. അതുപോലെ എപ്പോഴും നീ ഹാപ്പി ആയിട്ടിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഐ ആം സോ ഗ്ലാഡ് ടു ഹിയർ ദാറ്റ് യു ആർ ഹാവിങ് ഫൺ ഓൺ യുവർ അഡ്വഞ്ചേഴ്സ്. അപ്പം നീ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇറ്റ് വാംസ് മൈ ഹാർട്ട് ടു നോ ദാറ്റ് യു ആർ എക്സ്പ്ലോറിങ് ന്യൂ പ്ലേസ് ആൻഡ് മീറ്റിംഗ് ന്യൂ ഫ്രണ്ട്സ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് നീ പുതിയ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ സ്ഥലങ്ങളിലൂടെ എല്ലാം നീ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതുപോലെ പുതിയ ഫ്രണ്ട്സിനെ കാണുന്ന കാര്യങ്ങളൊക്കെ ഈ കത്തിലൂടെ വായിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നാറുണ്ട്. ആസ് ഫോർ വെൻ വി ക്യാൻ മീറ്റ് അഗെയിൻ ഐ വിഷ് ഐ കുഡ് ഗിവ് യു എ ഡെഫിനിറ്റ് ആൻസർ. പിന്നെ നമ്മൾ രണ്ടുപേരും ഇനി വീണ്ടും കണ്ടുമുട്ടുന്ന കാര്യം, അതിന് ഒരു കൃത്യമായ ഒരു സമയം പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ബട്ട് ഫോർ നൗ ലെറ്റ് us കണ്ടിന്യൂ ടു റൈറ്റ് ടു ഈച്ച് അതർ ആൻഡ് ഷെയർ അവർ സ്റ്റോറീസ്. പക്ഷേ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായി പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ കത്തുകളൊക്കെ എഴുതി നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാം. ഹു നോസ്, മേ ബി വൺ ഡേ അവർ പാത്സ് വിൽ ക്രോസ് അഗെയിൻ. ഇനി ആർക്കറിയാം, നമ്മൾ രണ്ടുപേരും
നമ്മുടെ രണ്ടുപേരുടെയും വഴികൾ തമ്മിൽ ഒരു ദിവസം കൂട്ടിമുട്ടാതിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും കാണാതിരിക്കില്ല. സെൻഡിങ് യു ഓൾ മൈ ലവ് ആൻഡ് വാമസ്റ്റ് വിഷസ്. അപ്പം എൻ്റെ സ്നേഹത്തോടെ ഇർമ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു കത്ത് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതൊരു ഈ കുട്ടി പാവയ്ക്ക് എഴുതുന്ന ഒരു കത്താണ്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇത് എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.